Good morning, guys. Not at all a good day. I mean, good night last night. Sick, kids are sick. Aira was very cranky. HMA was good. Aira, what happened? എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. എയറ ലാസ്റ്റ് നൈറ്റ് ഭയങ്കര പ്രശ്നമായിരുന്നു. തൊണ്ടവേദന എന്തോ ഉണ്ടെന്ന് ഇന്നലെ പെട്രോൾ കൊടുത്തായിരുന്നു അവൾക്കൂടെ കൊടുത്തില്ല. ഇന്ന് പറ്റിയും പെട്രോൾ കൊടുക്കുക രാത്രി ഫുൾ നൈറ്റ് ഒരു പുലർച്ചെ എത്ര മണി ഒരു 4 മണി വരെ ഇവിടെ കിടന്നുറങ്ങി. ഫുള്ള് കാച്ചട ഞാൻ എടുത്തുകൊണ്ട് പോയി എൻ്റെ നെഞ്ഞത്ത് ഇട്ടിട്ട് ഓക്കെ അന്ന് മാത്രം കരച്ച് നിർത്തിയുള്ളൂ. എന്നിട്ടൊരു 6 മണി വരെ ഉറങ്ങി എണീറ്റ്. സോ ഗോൾഡ് ഇന്ന് സിക്കല്ല, വർക്ക് ഫ്രം ഹോം എടുത്തു. മൺഡേ കൊണ്ടുവിടാൻ പോകും കേട്ടോ. നിങ്ങൾ എന്നെ സ്കൂളിലേക്ക് അവിടെ പോയിരിക്കും. ഓക്കെ, മണ്ടൻകൂണ പീസ്. Are you ready, Han? Yeah. Let's go. That's us. പിന്നെ ഞാൻ നിനക്ക് ഇന്നലെ ബർഗർ പാറ്റി വെച്ചിട്ടുണ്ട്, നീ അത് തയ്ക്കോട്ടാ. ഇവിടെ വെതർ ചേഞ്ച് ആയി. ഇപ്പോൾ ഇനി നമുക്ക് സിക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു ഇൻഫ്ലുവൻസർ ജാബ് ഉണ്ട്, ഞാൻ കുറച്ച് നേരം എടുക്കാറില്ല. എനിക്ക് പണ്ട് ശ്വാസം മുട്ടുണ്ടായിരുന്ന സമയത്ത് മാൻഡറ്ററി ആയിട്ട് എടുത്തിരുന്നതാണ്. ഇപ്പം കഴിഞ്ഞ 4 കൊല്ലമൊക്കെ ആയിട്ട് ശ്വാസം മുട്ട് പൂർണ്ണമായിട്ട് മാറി. അപ്പം അത് കാരണം ഇൻഫ്ലുവൻസർ ജാബ് എടുക്കാറില്ലേ. നിനക്ക് ഫുൾ ബ്രെഡ് വേണോടാ. അപ്പം ഇങ്ങ നീ ആ ഫുൾ പാക്കറ്റ് അണ്ടിപ്പരിപ്പ് കൊണ്ടുപോകണ്ട കേട്ടോ. അത് പകുതി എടുത്താൽ മതി. മേ ബി ടമ്മി ഇതാവും. ഓക്കെ, എന്ത് 2 more days ത്രോട്ട് ഇൻഫെക്ഷൻ കൂടും. നീ അങ്ങനെ പരത്തണ്ട മോനെ. അത് You don't need to make it hot. It's gonna get cold anyway. നീ സ്കൂളിലേക്ക് എടുക്കുമ്പോൾ അത് വീണ്ടും തണുത്ത് പോരും. എന്താ നീ ഹോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? Excuse me. അതിൻ്റെ ഹാഫ് കിട്ടോ. അത് നീ മുഴുവൻ കൊണ്ടുപോയി കഴിച്ച് ഒന്നാമത് നിൽക്കുന്ന ബർഗർ, ഇത്രയും വലിയ ബർഗർ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. വെറുപ്പുറോ How come you wearing the white color one? That's okay. Can you wear that into school? The white one? White and black in there. Can you? കുറച്ച് പേര് ചോദിച്ചത് എന്താണ് 2 കുട്ടികളെന്നെയും ഗോൾഡയുടെ കൂടെ കിടത്തണമെന്ന് ചോദിച്ചിരുന്നു. ആക്ച്വലി ഇവർ 2 പേരും 2ആയിട്ട് കിടന്നായിരുന്നത്. കാരണം ഒരാൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാൾ കരയുമല്ലോ അങ്ങനെ. പക്ഷെ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമ്മുടെ ഈ റമ്മിൻ്റെ പരിപാടിയൊക്കെ ആയ കാരണം എനിക്ക് രാത്രിയാണ് മീറ്റിങ്ങുകൾ ഉണ്ടാവുക ചിലപ്പോൾ. അപ്പോൾ എൻ്റെ ഉറക്കം തീരെ ശരിയാവണില്ല. പിന്നെ ഞാൻ ഒരു കാര്യം, നിങ്ങൾ എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇവരാരെങ്കിലും എൻ്റെ അടുത്ത് കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, ഇവരൊന്ന് സ്പിൻ ചെയ്താൽ മതി, ഞാൻ എണീക്കും. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. കുറേ ആണുങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മമാർക്ക് കുറച്ചും കൂടി നേരം, പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഇവരുടെ കൂട്ടത്തിൽ അനങ്ങിയാലൊക്കെ കൂടെ കിടന്നുറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ ഒരുപാട് ആണുങ്ങൾക്ക് അത് പറ്റില്ല. അപ്പോൾ എൻ്റെ ഉറക്കം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി തുടങ്ങിയപ്പോഴാണ് ഗോൾഡ്. അപ്പോൾ എന്നിട്ടും കാര്യമില്ല. കാരണം കുട്ടികൾ ആ റൂമിലിരുന്ന് കരഞ്ഞാൽ ഗോൾഡ് എണീക്കണേക്കാളും മുന്നെയാണ് ഞാൻ എണീക്കുന്നത്. അപ്പോൾ അത് കാരണം ഗോൾഡ് തന്നെ അത് ഏറ്റെടുത്തു. കാരണം ഗോൾഡേക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് അവർ അനങ്ങിയാലും കുറേശ്ശെ ഇടയിൽ കരഞ്ഞാലും ഒക്കെ ഉറങ്ങാൻ പറ്റും. പറ്റണില്ല. ഒരു മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടില്ല വെച്ചെങ്കിൽ നമ്മുടെ ഫുൾ ഡേ അലമ്പാവും, ഒരു പണി നടക്കില്ല. ഇവിടുത്തെ ഹോട്ട് വാട്ടർ സിസ്റ്റം ഞാൻ നിങ്ങൾക്ക് അത് കാട്ടിത്തരാം കേട്ടോ. പുള്ളി അത് ഇന്ന് ഒരാളത് മാറ്റാൻ വരുന്നുണ്ട്, ഞാൻ കാണിച്ചാൽ. ഇവിടെ ആക്ച്വലി ഗ്യാസിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന ഹോട്ട് വാട്ടർ സിസ്റ്റമാണ്. ദാറ്റ്സ് ഗുഡ് ടു ഷോ. ഇപ്പോൾ ഇവിടെ മേടിച്ചിട്ട് എത്ര വർഷമായി? 2018 മേടിച്ച വീട് ഇത്. 2026 8 കൊല്ലം കഴിഞ്ഞു. അതിനിടയിൽ 3 തവണ അത് കേടായത്. ഈ വീട്ടിൽ ഓവൻ മാറ്റി, ഹൂഡ്സ് കേടായി, അത് മാറ്റി. ഇപ്പോൾ അതേ സ്റ്റവ് കേടായി, ഇനി അത് മാറ്റണം. 10 കൊല്ലമായിട്ടില്ല, 8 കൊല്ലമായിട്ടുള്ളൂ. ഒരു ഓവനിന് ശരിക്കും പറഞ്ഞാൽ 1800 മുതൽ 3000-3400 വില വരെ ഉണ്ട്. ഇതിന് എനിക്ക് പറഞ്ഞാൽ 2300-2400 ഒക്കെയാണ്. ഹീറ്ററിന് ഇന്ന് ഫിക്സ് ചെയ്യാൻ പറഞ്ഞാൽ $2668. അതായത് ഇന്ത്യൻ മണി 1.25 ലക്ഷം രൂപ. നമ്മുടെ ഹീറ്റർ ശരിയാക്കാനുള്ള ടീം കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടാ വീഡിയോ എടുക്കാൻ പറ്റുമോയെന്ന്. ഇല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു സിസ്റ്റം കാണിച്ചു കൊടുക്കാൻ
നമ്മുടെ നാട്ടിലുള്ള എന്നേക്കാളും ഡിഫറെൻ്റ് അല്ലേ? ഈ ഇങ്ങനെ ഒരു പരിപാടി നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചിലപ്പോൾ ഉണ്ടാവും, എനിക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഓണാക്കണ അല്ലേ? കുളിക്കണ സമയമാകുമ്പോൾ ഓണാക്കണ വാട്ടർ ഹീറ്റർ അല്ലേടി? നമ്മുടെ വീട്ടിലില്ലേ? ആ നിനക്കറിയില്ല എന്നാ വാട്ടി അല്ല അറിയാം, പക്ഷെ മറ്റേതുണ്ടോന്ന് എനിക്കറിയില്ല. കുളിക്കണ സമയത്ത് ഓണാക്കണല്ലേ, എല്ലാ വീട്ടിലും അത് ഓണാക്കിയിട്ട്. ഏത് ചൂടുള്ള? നോ, അത് ചൂടാക്കിയിരുന്നതിനാ എല്ലാ ദിവസവും. അത് ചൂടാക്കിയിട്ട് കാശും അല്ല കറണ്ട് വെറുതെ ഓണാക്കി എടുക്കുക. ഓക്കെ ഗായ്സ്, ഇപ്പം ഞങ്ങൾ പോവാം കേട്ടോ. ഇതാണ് നമ്മുടെ പുതിയ മെഷീൻ. റിനൈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ മെഷീനാണ് ഇത്. കണ്ടാ, ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ മെഷീനാണ് റിനൈ. ഇവിടെ മിക്ക വീടുകളിലും ഇതുള്ളു. നമ്മൾ വീട് മേടിച്ചപ്പോൾ കിട്ടിയത് ബോഷ്. കണ്ടോ, ഇതിൻ്റെ പണി തീർന്നു. 1.25 ലക്ഷം രൂപ മുതലേക്ക് കിടക്കണം. 30 വർഷം വരെയൊക്കെ പോകുന്നതാണ് പറയുന്നത്. ഇന്ന് ഗൈസ് എന്താന്ന് ഗ്യാസ് ഇല്ല, ഇന്ന് ഗ്യാസ് ഇല്ല ഗൈസ്. അത് കാരണം ഗ്യാസ് അവരവിടെ ഫിറ്റ് ചെയ്യണ കാരണേ ഗ്യാസ് ഓഫ് ചെയ്തു. അത് കാരണം ഗോൾഡൊക്കെ ഇന്ന് മുട്ട സ്ക്രാമ്പിൾഡ് ആക്കി ഉണ്ടാക്കുന്നത് മൈക്രോവേവിലാണ് കേട്ടോ. മൈക്രോവേവിൽ 30 സെക്കൻഡ് വെച്ചു. 30 ഷെഫ് മൈക്ക് 30 സെക്കൻഡ്. ആദ്യത്തെ 30 സെക്കൻഡ് വെച്ചു, വീണ്ടും ഒരു 30 സെക്കൻഡ് വെച്ചു. സ്ക്രാമ്പിൾഡ് എഗ് ആയി ഗൈസ്, കുഴപ്പമില്ല, ഓക്കെ കഴിക്കാം. കൺസിസ്റ്റൻസി വൈസ് 3 out of 10. ഓക്കെ ആണോ? ഓക്കെ എന്ന് പറയുമ്പോൾ ഈ ചുണ്ടും മൂക്കും കൂടി കൂട്ടിമുട്ടുന്ന എന്തെങ്ങനെ ഒന്നും കാട്ടി അതില്ലേ? അതാ നീ നേരത്തെ ഗൈസ് നേരത്തെ കണ്ട വീഡിയോൻ്റെ ആ ഭാഗം ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് അവളെ ചുണ്ടും മൂക്കും. അപ്പൊ നിനക്ക് പ്രോട്ടീൻ പോരെ? ഇന്നലെ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വെച്ച പോർക്ക് കണ്ട. നമുക്കിതിനെ സ്മോക്കറിൽ കുറച്ചുകൂടി പെല്ലറ്റ് ബാക്കിയുണ്ട്. എന്താണെങ്കിലും സ്മോക്കർ ക്ലീൻ ചെയ്യും വേണം. അപ്പോൾ ആദ്യം കുറച്ച് നേരം നമുക്ക് സ്മോക്ക് ചെയ്തിട്ട് ഒന്ന് ഓവനിൽ വെച്ച് സോഫ്റ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് പാപ്രിക്ക, സ്മോക്ക് പാപ്രിക്ക. ബ്യൂട്ടിഫുൾ, ഡൺ. there we go. ഇന്ന് ഞാൻ ഭയങ്കര ടെമ്പറേച്ചർ കുറവായിട്ടിട്ടില്ല കേട്ടോ, 107 ഇട്ടിട്ടുള്ളൂ. കാരണം നമുക്കിത് വേവണ്ട, പക്ഷേ അതിനേക്കാൾ ഉപരി നല്ല സ്മോക്കി ആവുക വേണ്ട. എന്നിട്ട് വേണം എനിക്ക് ഈ സ്മോക്കറൊന്ന് ക്ലീൻ ചെയ്യാം. ഫുള്ള് നമ്മൾ കഴിഞ്ഞ 4 തവണ സ്മോക്ക് ചെയ്ത സകലമാന സാധനം ഇതിൻ്റെ മുകളിലുണ്ട്. അപ്പോൾ ഇതാണ് മെഷീൻ. നമ്മുടെ അവിടെ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള മെഷീൻ, ചിലപ്പോൾ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല. നേരെ വെള്ളം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വെള്ളം കളക്ട് ചെയ്താൽ വെള്ളം ചൂടാവുകയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്ന ഒരു ഹോസാണ്. ഇതിൽ ഏതാ വെള്ളം? ഒരെണ്ണം പുറത്തേക്ക് ചൂടുവെള്ളം പോവാനുള്ളത്. എനിക്ക് ഇതാണ് ചൂടുവെള്ളം പോവാനുള്ളത്. ഇതൊരെണ്ണം വെള്ളം വരുന്നത്, ഇത് ഗ്യാസ് വരുന്ന കുറ്റി. ഇവിടെ നിന്ന് നേരെ ഈ സാധനം മുകളിലേക്ക് പോകുന്നു. ഈ ഗ്യാസ് അടിയിലൊരു ചേമ്പർ ഉണ്ട്, ഇവിടെ വെച്ചിട്ട് ഇത് കത്തും. ഓക്കെ, ഞാൻ ഇത് തുറന്നപ്പോൾ കണ്ടതാ. ഇത് ഇവിടെ നിന്ന് കത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് ഈ പാല് പാസ്ചറൈസേഷൻ നടത്തുന്ന പോലെ കുറേ കോപ്പർ കോയിലുകളുണ്ട്. ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞിട്ട് ഈ കോപ്പർ കോയിലിലൂടെ വെള്ളം പാസ് ചെയ്യുമ്പോൾ അതിനെ മൊത്തത്തിൽ ചൂടാക്കിയിട്ട് ഇതിലൂടെ നമുക്ക് ചൂടുവെള്ളം വരും. ഓക്കെ, സോ ദിസ് ഈസ് ദ മെഷീൻ ഫിക്സ്ഡ്. രാവിലെ നമുക്ക് നല്ലൊരു പണി കിട്ടി. ടു എക്സ്പെൻസീവ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ന്യൂസിലാൻഡിൽ അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലൈക്ക് ഒരു രാവിലെ തന്നെ എണീറ്റിട്ട് ഒരു 12,600 റുപ്യ ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പൈസയല്ല. സാധാരണഗതിയിൽ ഒരു ബ്രാൻഡ് ന്യൂ വീടൊന്നും മേടിച്ച് കഴിഞ്ഞാൽ 7 കൊല്ലം കൊണ്ടൊന്നും മാറ്റേണ്ട ഒരു സാധനം 30 വർഷം വരെ പോണ ഒരു മെഷീനാണിത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഭയങ്കര ഭാഗ്യം, വെരി ലക്കി ഗോൾഡ്, വെരി നൈസ്, ടു വർക്ക് ഹാർഡ്, ടു മച്ച് വ്ളോഗ്. ഇതന്നെ വെച്ചിട്ടൊരു വ്ളോഗ് ചെയ്തിട്ട് എന്തെങ്കിലും കാശ് മുതലാവുള്ളൂ. സിക്ക് നമ്മുടെ പോർക്ക് ശരിയായി. ഓൾമോസ്റ്റ് 3 മണിക്കൂർ. ഞാൻ വേറെ സംഗതി കാട്ടിത്തരാം. ഇവിടെ ഒരു ബാച്ച്, അതായത് ഇതൊരു ഫുൾ പെല്ലറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മണിക്കൂറാണ് കേട്ടോ ഓടുക. ഇപ്പോൾ 3 തവണ വേവിക്കാനുള്ളതാണ് 9 കിലോയിൽ നമുക്ക് കിട്ടുക. 9 കിലോയ്ക്ക് ഇപ്പോൾ $42 പെല്ലറ്റിൻ്റെ വില. വെരി എക്സ്പെൻസീവ് പെല്ലറ്റ്. ഇത് കഴുകിക്കൂറ എനിക്കൊന്ന്. ഹലോ ഞാൻ തന്നെയാണ് ഇത് വല്ലപ്പോഴും കഴുകിയിട്ടുണ്ടാവുക. നീ കോൺസെൻട്രേറ്റ് ഇങ്ങോട്ടേക്ക് എൻ്റെ കഴുകി ഞാൻ ഇപ്പം തരും. ഞാൻ പണിയൊക്കെ ഇട്ടതാണോ? എനിക്ക് അന്ന് നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് പോയിട്ട് മറ്റേ ബാബയ്ക്ക് ഒന്ന് കഴിച്ച് മാറ്റി സ്ക്വേർട്ടിങ്. ഞാൻ പോർക്കിൻ്റെ സാധാരണ കടയിൽ പോകുമ്പോൾ കഴിക്കാറില്ല. സോ ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാം. ഇനി ഞാൻ സ്റ്റോർ ബോട്ട് ബാബക്യൂ സോസാണ് കേട്ടോ ഇതിൽ ഒഴിക്കണേ. അപ്പം നമുക്ക് ബാബക്യൂ സോസ് അതല്ല, ഇനി കുറച്ച് ഷുഗർ, ഹണി,
സോയ് സോസ് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഈസി കുക്കിംഗ്. വട്ടമില്ലാത്ത പോലെ തോന്നണം എനിക്ക്. അത് എന്നെ കണ്ണടിച്ചു പോയോ? ഞാൻ എൻ്റെ കൂടി കുറവുള്ളൂ. ഇനി ഇതിൽ കുറച്ച് വെള്ളം. ഡൺ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഓവൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഈ ബാർബക്യൂ സോസ് നല്ല ഷുഗറുള്ള ബാർബക്യൂ സോസാണ്. അപ്പോൾ നമ്മൾ എനിത്തിങ് ഇഫ് യു കീപ്പ് ഇറ്റ് ഇൻസൈഡ് ദ ഓവൻ 120 ഡിഗ്രിക്ക് മേലെയാണ് വെച്ചെങ്കിൽ മുകളിൽ കരിയാൻ തുടങ്ങും കേട്ടോ. സോ വെരി കെയർഫുൾ. അതല്ല വെച്ചെങ്കിൽ നല്ല വെള്ളം ലിക്വിഡ് ഉള്ള ഒരു ഇതായിരിക്കണം. അപ്പം നമ്മൾ മുകളിൽ മാത്രമല്ലേ സോസ് ഒഴിച്ചത്. സോ ഞാനൊരു 120 ഇപ്പോൾ സമയം 2 മണി, ഒരു 6 മണി വരെ, ഒരു 6 മണി വരെ വേണ്ട, 5 മണി വരെ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് ഇത് ഓഫ് ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കിട്ടിയ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി അല്ല, ആക്ച്വലി മന്തിയാണ്. അതിലൊരു വലിയ പീസ് ചിക്കൻ ഉണ്ട്, അതാണ് ലഞ്ചിന്. പിന്നെ നമ്മുടെ ഇന്നലത്തെ ബട്ടർ ചിക്കൻ അതുണ്ട് ലഞ്ചിന്. അതിനകത്ത് ചോറൊക്കെ പെറുകിട്ടോ. നീ ഇത് മൊത്തം കഴിക്കുമല്ലോ. ഇത് ആര് അല്ല വേണ്ടേ നിനക്ക്? ഒരു പോഷൻ കഴിക്കണുണ്ടോ കോളുടെ? സിക്കാന്ന് പറഞ്ഞൊരു പോഷൻ കഴിക്കാതിരിക്കരുത്. എൻ്റെ പോഷൻ നോക്കിയാൽ നമ്മുടെ ചോറ് തിന്നാനാ തോന്നണേ. അതിനിപ്പോൾ നാട്ടിലേക്ക് പോണ്ടേ? അരി തിന്നിട്ട് ഇതിനെ നീ എന്നിട്ട് അരി 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 തിന്നുന്നില്ലല്ലോ ഇപ്പൊ. നെല്ലൊക്കെയാ നീ ഒരു കോഴിയാ. ഗോൾഡ് കുറേ ദിവസമായി എന്ന് പറഞ്ഞു ഇങ്ങനെ സമാധാനമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ലഞ്ച് കഴിച്ചിട്ട്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് ലഞ്ചെന്നല്ല ഡിന്നറൊക്കെ ഞാൻ കഴിക്കാൻ നേരത്തെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നേരെന്താ? ഇപ്പൊ ഇവിടെ വന്നിരുന്ന അപ്പൊ കാലുമ്പോ രണ്ടാള് വരും അല്ലേ? അവരിവിടെ വന്നാലും കുഴപ്പമില്ല. ഒന്നും TV ഒന്നും കാണാറില്ല. TV ഓണാക്കാറില്ല അല്ലേ? മീൻസ് ഓണാക്കും, പാട്ട് വയ്ക്കും, അല്ലാതെ ഇപ്പൊ ഈ പുള്ളിയുടെ ഒച്ച വയ്ക്കുമല്ലേ. ലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പരിപാടി എടുത്തത്? ഡിന്നർ അല്ലേ? ജോലിയുണ്ട്. വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് അറ്റ് ഹോം. പെണ്ണോട് കഴിക്കായിരുന്നു അല്ലേ? വേണ്ട, വൈകുന്നേരം കഴിക്കാം. ഓക്കെ, ബാക്ക് ഓൺ ട്രാക്ക് നൗ. ദേ 5:45 ഡിന്നർ ടൈം ഫോർ ദ കിഡ്സ്. നിങ്ങൾ എല്ലാ ദിവസവും കാണുന്ന സെയിം ഫ്രെയിം എന്താ ഇരിക്കുന്നത്? എൻ്റെ ക്യാമറ കേടായ അല്ല, ഏറനെ കാണാനില്ലല്ലോ. എന്തോ അതാ എൻ്റെ കണ്ണടിച്ചു പോയാ. ഏറാ നിന്നെ കാണാനില്ലാന്ന്. ക്യാമറ കണ്ട പിങ്കുവിൻ്റെ പോലെ തന്നെയാ. ഗുഡ് ഗേൾ. ഇന്ന് വരെ ഡിന്നർ എന്താണെന്നറിയോ? ഇന്നലെ ഉണ്ടാക്കിയ നമ്മുടെ ബട്ടർ ചിക്കനും അവക്കാഡോയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കേട്ടോ ഇന്നത്തെ ഇവരുടെ ഡിന്നർ. ക്യാമറ കണ്ട അപ്പൊ എന്ന് പറയോ? ആണോണ്ടാ പല്ല് വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് ബേബിക്ക്. കണ്ടാ നല്ല പാട്ട് വരിക. ലാലാ ലീ ലാലി ലൂലു ലാലി ലാലി ലീ ലാലി. ഞങ്ങളുടെ ഇറക്കി ഗോട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്ര ചെറുപ്പത്തിൽ ഗോട്ടികൾ വരുന്നുണ്ടാ? ഇതണ്ടാ ഗോട്ടി. കണ്ണിക്കൂടി ഒന്നും വെച്ച് കഴിക്കല്ലേ കേട്ടാ. വേഗം ഡിന്നർ കഴിയുക, അധികം കരയാണ്ട പുറത്ത് പോയിട്ട് ഇരിക്കുക, വീണ്ടും വരിക, കുളിക്കുക, കിടന്നുറങ്ങുക. ചൂടുവെള്ളമൊക്കെ ഡാഡ റെഡി ആക്കിയിട്ടുണ്ട്. ഇവിടെ മറ്റേ ചൂടുവെള്ളം കെറ്റിലിൽ തിളപ്പിച്ചിട്ട് കുളിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ 3 ദിവസമായിട്ട്. കാരണം ശനി ഞായറും വന്നിട്ട് മോട്ടർ ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ $209. മോട്ടറല്ല, ഈ ചൂട് സാധനം ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ $209 ഈ കോൾ ഔട്ട് ഫീ എക്സ്ട്രാ കൊടുക്കണം. ഏറെ ഇടയ്ക്ക് തന്നിട്ട് അവിടെ പിടിക്കാൻ നേരത്തെ എസ്മെ നോക്കി ഇവിടുന്ന്. ഇനി അവക്കെന്താണ് സൈഡിൽ വെച്ചേക്കാം? സൈഡിലൊന്നും കൊടുക്കണില്ല. അവകാശവാദികളെല്ലാവരും പ്രിങ്ങും അങ്ങനെയായിരുന്നു. അച്ഛമ്മ ഓ എൻ്റെ കാപ്പിലേക്ക് തുപ്പി. അവളുടെ വെള്ളം കുപ്പി ഇതായ താഴെ. എന്നാ കുടിക്കാറിയോ? ഏറെ അത്രയും വെള്ളം കുടിച്ചു കണ്ട. അതിൽ നിറച്ച വെള്ളം എടുത്ത അതിന് വെള്ളം കിട്ടുന്നത് ഇതിന് കുടിക്കാറിയില്ല. പിന്നെ കുടിക്കതേ ഏറെ കുടിക്കണണ്ട. കുറച്ച് വെള്ളം അധികം പോണ്ട് വായ. ഇന്ന് റബ്ബിഷ് വെക്കണ ദിവസം. നല്ല റബ്ബിഷ് ഉണ്ടോ? നല്ല റബ്ബിഷ് ഉണ്ടോ? എല്ലാ മൺഡേയും വൈകുന്നേരം നമുക്ക് റബ്ബിഷ് വയ്ക്കണം. അപ്പം മൺഡേ വൈകുന്നേരം വെച്ചാൽ ട്യൂസ്ഡേ ഏർലി മോർണിംഗ് അവർ നമ്മുടെ നോ 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 ഇങ്ങോട്ട് ആ പുല്ലാണത്. പ്ലാസ്റ്റിക് സാധനങ്ങളല്ലേ റീസൈക്ലിങ് എപ്പോഴും ഈ ആഴ്ച പോയാൽ അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റത്തെ ആഴ്ചയെ പോകുള്ളൂ. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണ് കേട്ടോ പ്ലാസ്റ്റിക് പോവുക. നമ്മുടെ ഇരുമ്പ് പോലെ സാധനങ്ങൾ അതെല്ലാ വർഷവും ഒരു തവണയെ പോവുക. സോ എവറി മൺഡേ വെക്കണം. അത് നമ്മൾ കൊടുക്കുന്ന ടാക്സിലുള്ളതാണ് കേട്ടോ, എക്സ്ട്രാ പേ ചെയ്യണ്ട. ആ പുല്ല് മാത്രല്ല മണ്ണും കൂടെ തിന്നുണ്ട് അത്. ആ വായ നിറച്ച് മണ്ണിട്ടാ അയച്ചുമാ.
മോനല്ലേ എന്റെ ആ ചൂണ്ടോലി കുറച്ച് ഡാഷ് പെണ്ണ്. ഫുള്ള് മാന്തി ഇതാക്കി. ഏയ് ഇറാ നോ. ഓക്കെ രശ്മേ വീഗനാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അങ്ങനെ തന്നെ വേണം. അതൊക്കെ ഞാൻ കണ്ടു. സന്തോഷായി. ഇവിടെ ഉണ്ട് ഒരു ചട്ടി, അതിൽ പക്ഷെ എടുക്കാൻ എത്തൂല. നോക്ക്. ഇതിപ്പോ ആരനെ വിളിക്കണ കൺഫ്യൂഷൻ ഞാൻ അത് വായിലിട്ടിട്ടില്ലല്ലോ. എങ്ങനെ എന്നെ തന്നെ വെറുതെ ഞെട്ടിക്കണേ. നോ പൊന്നു നോ നോ നോ. സൈഡിലെ ചെടിയിലെ സൈഡിലെല്ലാം പൊട്ടിച്ചത് അവളാ. എല്ലാം ഇപ്പൊ പോട്ടാ. ആ അവിടത്തെ പുല്ല് പോവുമ്പോ നോ നോ ഏയ് നോ. വലിയൊരല്ലേ പോണേട്ടാ. ഇതിന്റെ ഇടയ്ക്ക് ഇതിലെ കൂടെ പോണ്ട്. 4 കൈ നേരെയാക്കണം. ഇതേ അടുത്ത് നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ എന്നെ നിർത്തണം. നീ ആഹാ നോ തുടങ്ങു. ആരാ എനിക്കൊന്നും വേണ്ട. ഇടത്തെ കയ്യില് നമ്മുടെ പോർക്ക് ലുക്സ് നൈസ്. നമ്മൾ കടയെന്നൊക്കെ മേടിക്കണ പോർക്ക് റിബ് പോലെ വന്നിട്ടില്ല. കണ്ട ലുക്ക് അറ്റ് ദിസ്. ഇതാണ് എല്ലൂരി പീപ്പ് വിളിക്കാന്ന് കേട്ടോ നിങ്ങള്. ദിസ് ഈസ് ദ വേ. നല്ല സ്മോക്കി കളറൊക്കെ വന്നിട്ടുണ്ട്. അത് നോക്കിയേ കണ്ട കൊള്ളയില്. Then you muck it in the sauce and you eat it. നല്ല look at that. നമ്മൾ ഇതിന് മുന്നേ വീട്ടില് റിബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടെ കഴിച്ചിട്ടുണ്ട്. നമ്മള് 3 തവണയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് റിബ്സിന്റെ. നീ എന്താ നിനക്ക് സിക്കായപ്പോ നിന്റെ തലയിൽ എന്തെങ്കിലും പറ്റിയാ? യൂഷ്വലി നീ എല്ലാ കാര്യവും നിനക്ക് ഓർമ്മയുണ്ടാവാറുണ്ടല്ലോ. ചില സമയത്ത് ഓർമ്മ പോവാ. എന്നാ സത്യം പറയട്ടെ, എനിക്കത് ഓർമ്മയില്ല. അല്ല ഈ തൊള്ളി തിന്നുവോ? തൊളി തൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊളിക്കല്ലേ. നീ എല്ലാം തിന്നോ? ഓ തൊളി നല്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് ഇഷ്ടമില്ലാന്ന് ഞാൻ വിചാരിച്ചത്. അതാണ് ഞാൻ കടയിൽ പോകുമ്പോ മേടിക്കാം. മീൻസ് നമ്മള് റെസ്റ്റോറന്റിൽ പോകുമ്പോ ഒരെണ്ണം പിച്ച് കാണിച്ചു കൊടുത്തേ. ഈ പറിച്ചെടുത്ത പീസ് എന്ത് പിച്ചിട്ട് പിച്ചിക്കോ. ആ നിന്റെ പിച്ചിലേ ശരിയല്ല. അവിടെ ഇങ്ങനെ ഓട്ടക്കണം കേടാ. അയ്യാ ഓ അങ്ങനെയല്ല. നീ ഇത് നോക്ക്. ഇങ്ങനെ എടുത്തിട്ട് ഇതേ നോ നശിപ്പിക്കലല്ല. യു നീഡ് ടു ഷോ ദ വേ. സീ ദാറ്റ്സ് ദ വേ. when you perfectly cooked a meat, especially nicely slow cooked, I know looks messy but I'm gonna eat this, but this is the way it's supposed to be showing, you know. Look. പോർക്കിന്റെ നെയ്യോ? നെയ്യ് കുറവല്ലേ കൂടെ. റിബില് നെയ്യില്ല അത്രയ്ക്ക് അറിയാം. അപ്പൊ അതിനോട്ട് കഴിക്കാം. അല്ല ഞാൻ ചോദിച്ച. ആ അല്ല മറ്റേത് വായ മടുക്കും നമുക്ക്. ഹൈ മൊത്തം വായലേക്ക് കയറ്റണ അടിപൊളി ഡിഷാണ്. പിന്നെ നമ്മളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മൾ ബ്രൈനോ അല്ലെങ്കിൽ ഒരു സാധനവും ചേർത്തിട്ടില്ല. ദ പ്യുവർ മീറ്റ് ഇറ്റ് സെൽഫ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. റാണി എത്തിയിട്ടില്ല. റാണി സൈക്കിളോട്ടാൻ പോയിരിക്കുക. എവിടേക്കേ പോയിട്ടില്ലെന്ന് അറിയാൻ പാടില്ല. നേരം കുറേ പോയിട്ട് ഇപ്പോൾ വരും. സോ സെയിം തിങ് ടുമോറോ. ഇന്ന് ഞാനിവിടെ ഉണ്ടായിരുന്ന മോൻ രാവിലെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ആ ഞാൻ ഉള്ളതുകൊണ്ടെന്ന്. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ നീ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. ആ വൈകുന്നേരം എഡിറ്റ് ചെയ്യണ എന്താ? രാവിലെ വേറെ വേറെ പണികളുണ്ട്. ഇന്ന് പിന്നെ ജിമ്മിന് പോയില്ല സിക്കായ കാരണം. ജിമ്മിൽ എത്ര മണിക്കൂർ പോകും? 1 മണിക്കൂർ പോവും. 1 മണിക്കൂർ പോണത് മാത്രല്ല, അവിടെ പോയിട്ട് വരുമ്പോ നേരം വൈകും. ആ സമയം നോക്കണല്ലോ. ജിമ്മ് എത്ര ദൂരെയാ? ജിമ്മും ദൂരെയായിട്ടുള്ള. പിന്നെ അപ്പുറത്തെ വീട്ടിലാണെങ്കിലും ജിമ്മിന് പോയി നമ്മൾ അവിടെ പോയി റിട്ടേൺ വരുമ്പോൾ നേരം വൈകും. പോണ വഴിക്ക് ഷോപ്പിങ്ങിന് പോവും. മതിയോ? ആ ഓക്കെ മതി. അത് കൂടുതൽ കഴിക്കണ്ട അല്ലെങ്കിൽ. ഓക്കെ അപ്പൊ അടിപൊളി. ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ ബൈ ബുപ്പാ. വലിച്ചിട്ടു. സാധാരണ തിരിച്ചാ പതിവ്. അതൊന്നും ഉണ്ടാഞ്ഞ വലിച്ചിട്ടു. തലമുടി പിടിച്ച് നല്ല സുഖണ്ടാ. അതെ ഗുഡ് ജോബ്.